ഇങ്ങനെ അങ്ങ് ചിരിക്കുക ഇത് അത്ര വലിയ കോമഡി ഒന്നും അല്ല. എടാ ഇനി വലിയ കോമഡി എന്തുവാടാ ഉള്ളത്? എടാ ഈ വർഷം നമ്മൾ 2 ക്ലാസ്സിലായോണ്ട് എനിക്ക് വിഷമമുണ്ട്. പക്ഷെ ഇത് കേൾക്കുമ്പോ എങ്ങനെയാണോ ചിരിക്കാതിരിക്കുന്നത്? അത്രയ്ക്ക് ചിരിക്കാനൊന്നുമില്ല. ചിരിക്കാനില്ലയോ? എടാ നീ 10 അയില് ഞാൻ 10 ജയില്. കഴിഞ്ഞ വർഷത്തെ 10 അയിലെ ക്ലാസ് ടീച്ചറായ രമ്യ ടീച്ചർ ഇപ്പൊ ഞങ്ങൾക്ക് 10 ജയില്. കഴിഞ്ഞ 10 ജയിലെ ക്ലാസ് ടീച്ചറായ സുശീല ടീച്ചർ ഇപ്പൊ നിങ്ങൾക്ക് 10 അയില്. ഇത് തമാശയില്ലൂടാ. ഇതിപ്പോ നോട്ടീസ് ബോർഡിൽ നമ്മുടെ പേരും ഡിവിഷനും മാത്രമല്ലേ ഇട്ടുള്ളൂ. ക്ലാസ് തുടങ്ങുമ്പോൾ പറയാം ആരാ ക്ലാസ് ടീച്ചർ. എടാ ഇങ്ങനെ കടന്ന് കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നിനക്ക് സുശീല ടീച്ചർ തന്നെ ആടാ. ആ സുശീല ടീച്ചർ ആയാലും രമ്യ ടീച്ചർ ആയാലും എല്ലാം ഒരുപോലൊക്കെ തന്നെ. എന്തോ ഒരുപോലെ? എടാ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. രമ്യ ടീച്ചറിനെ പോലെ ഒരു പാവം ടീച്ചർ ഈ സ്കൂളിൽ വേറെ ഉണ്ടോടാ. അതേപോലെ സുശീല ടീച്ചറിന്റെ കൂട്ട് ഭയങ്കര ടീച്ചർ വേറെ ഇല്ല. അത് തന്നെ ഇവിടെ പേടിപ്പിക്കുകയാണോ? എടാ ഈ ഒരു വർഷം നീ അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. അതേസമയം ഞാൻ അടിച്ചു പൊളിക്കും. നിന്റെ കാര്യം ആലോചിക്കുമ്പോഴാ എന്നും ചോദ്യം ചോദിപ്പ്, എന്നും ഹോംവർക്ക്, എന്നും നോട്ട് കംപ്ലീറ്റ് ആക്കണം. അതൊക്കെ ഞങ്ങൾ ഹോംവർക്ക് ഇല്ല, നോട്ട് കംപ്ലീറ്റ് ആക്കണം, ചോദ്യം ചോദിപ്പില്ല. അടിപൊളി. എന്നാലും നീ കറക്റ്റായിട്ട് 10 അയിലെങ്ങനെ വന്ന് വീണടാ. എന്തായാലും ഈ വർഷവും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായില്ലയോ? ഞങ്ങൾ ഒരുമിച്ചല്ല. എടാ ഇവൻ 10 അയില് ഞാൻ 10 ജയിലുവാ. അല്ല നീ 10 ആയില്ല. എടാ ഞാൻ നോക്കിയതില്ലേ 10 ജയിലാ ഞാൻ. എടാ ഞാനും നോക്കിയതാ. അത് ജയല്ല ഐ. ഇവിടുന്ന് ഇച്ചിരി നീട്ടോടുണ്ട്. അത് നീ ശ്രദ്ധിക്കാനതാ. ഞാൻ 10 ബിയിലാ കേട്ടോ. എന്റെ ജീവിതത്തിൽ ഇതുപോലൊരു കോമഡി ഞാൻ കേട്ടിട്ടേ ഇല്ല കേട്ടോ. ഇനി അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ മോനെ.